ഈ വീഡിയോയിൽ നമ്മൾ സ്ലിറ്റ് തയ്ക്കാനുള്ള എളുപ്പ വഴിയൊക്കെ കാണിക്കുന്നത്. തയ്ക്കുന്ന എല്ലാവർക്കും ഒരുവിധം 99% ആളുകൾക്ക് അറിയാം. അറിയാത്തവർക്ക് വേണ്ടി തുടക്കക്കാർക്ക് അറിയിട്ടുള്ള വീഡിയോ കേട്ടോ. അറിയുന്നവരൊക്കെ ഒന്ന് കാണാതെ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടോ. അപ്പോൾ നമ്മുടെ സ്ലിറ്റ് കുത്തി നമ്മൾ തയ്ച്ച് നമ്മൾ സ്ലിറ്റ് വരെ ബോഡി ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് രണ്ട് സൈഡ് കൂട്ടി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് തുണി നമ്മൾ അടി തിരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് കുർത്തി തുണി അടി ഉള്ളു തിരിച്ച് റോങ് സൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എവിടെ സ്ലിറ്റ് അവസാനിക്കുന്നോ അവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ഇഞ്ച് താഴെയും ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എവിടെ സ്ലിറ്റ് അവസാനിക്കുന്നോ അവിടെ ചുമ്മാ ഒരു ലൈൻ കൊടുക്കുക. അതായത് സ്ലിറ്റ് തുടങ്ങുന്നത് എവിടെയാണോ നമ്മൾ സ്ലിറ്റ് തുടങ്ങുന്നത് അവിടെ ഒരു ലൈൻ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ കറക്റ്റ് 1 ഇഞ്ച് താഴെയും കൂടി ഒരു ലൈൻ കൊടുക്കുക. നമ്മൾ ബോഡി ക്ലോസ് ചെയ്യുമല്ലോ, ക്ലോസ് ചെയ്തിട്ട് സ്ലിറ്റിന് വേണ്ടി ഓപ്പൺ വരുന്ന ഭാഗത്താണ് ആദ്യം ചോക്ക് കൊണ്ട് വരച്ചത്. ശേഷം അതിൻ്റെ താഴെ കൂടി 1 ഇഞ്ച് വിട്ടിട്ട് വരച്ചിട്ടുണ്ട്. രണ്ട് സൈഡും ചെയ്തെടുക്കുക. അതായത് ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കണം. എന്നിട്ട് ഈ രണ്ടാമത് വരച്ച ലൈനില്ലേ അവിടെ നിന്ന് താഴോട്ട് 1 ഇഞ്ച് വണ്ണത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുക. എന്തിനാന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ലൂസായിട്ടുള്ള സ്റ്റിച്ച് കൊടുക്കുക. അതായത് സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. കാരണം നമുക്ക് അഴിക്കാനുള്ള സ്റ്റിച്ചാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ ലൈനിൽ നിന്നും താഴോട്ടേക്ക് 1 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ താഴോട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. വരച്ചെടുക്കുക. വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവിടെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. ഓക്കെ, അതായത് 2 പീസും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് 2 പീസ് ഒരുമിച്ച് വയ്ക്കുക, അപ്പുറത്തെ സൈഡ് ഒരുമിച്ച് വയ്ക്കുക. ഇത് കണ്ടോ, ഞാൻ രണ്ടാമത് വരച്ച ലൈൻ ഇതേ സ്ലിറ്റ് താഴെന്ന് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ചടിക്കുക. അതായത് ഇത് നല്ല വശം ഉള്ളിലോട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, അത് മറക്കരുത്. എളുപ്പമാണ്, ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. തുടക്കക്കാർക്ക് ചെയ്യാം, അറിയുന്നവർ ഇത് നോക്കേ വേണ്ട കേട്ടോ. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞ് വരുവേ, അതുകൊണ്ട് പറഞ്ഞാണേ. പക്ഷെ അറിയാത്തവരുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതേ മറ്റേ സൈഡിൽ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഞാനിത് അടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ കുർത്തിയുടെ അടിയിൽ നിന്ന്, കാരണം എനിക്ക് കൈവശം അങ്ങനെയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് ഒരേ സൈഡായി, രണ്ടും ഒരേ സൈഡ് ആയതുകൊണ്ട് കൈവശവും ഇല്ല. അപ്പോൾ അതേ 1 ഇഞ്ച് വിട്ട് കറക്റ്റ് 1 ഇഞ്ച് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. എന്നിട്ട് നമുക്ക് നോക്കിക്കേ, ഈ സ്ലിറ്റ് നമ്മൾ ആ രണ്ടാമത്തെ ലൈനിൽ കൊണ്ട് നിർത്തുക. കണ്ടോ, ആദ്യത്തെ ലൈനിലാണ് നമ്മുടെ സ്ലിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്നും 1 ഇഞ്ച് താഴോട്ട് വിട്ടിട്ട് നമ്മൾ തയ്ച്ചു കൊടുത്തു. ഇനിയുള്ള ശ്രദ്ധിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ തയ്ച്ചത് ഇങ്ങനെ 2 സൈഡും കൂട്ടിയടിച്ചപ്പോൾ ശരിക്കും ഫുള്ളായിട്ട് 2 സൈഡും ക്ലോസ്ഡ് ആണ്. കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ നേരെ ഇങ്ങനെ ആക്കിയിടാം. അതായത് ഇത് ഇപ്പോഴും ഉൾവശമാണ് ഇരിക്കുന്നത്, റോങ് സൈഡാണ് മേലെ ഇരിക്കുന്നത് കേട്ടോ. ഇത് നമുക്കിങ്ങനെയുള്ള ഭാഗത്തിനെ ഒന്ന് അകത്തി പിടിക്കുക. അത് കണ്ടോ, ഈ തയ്യൽ തുമ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കായിട്ട് നമ്മളിങ്ങനെ തുറന്ന് വെക്കുക. തയ്യൽ തുമ്പാണ് 2 പീസ് ഉണ്ട്, അതിന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഓപ്പൺ ചെയ്ത് വെച്ചാൽ തയ്യൽ അഴിക്കാനല്ല, ഒന്ന് വിടർത്തി വെക്കുക. ഓക്കെ, ഇത് കണ്ട ഇങ്ങനെ വിടർത്തി നമ്മൾ വെച്ച് എടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് തയ്ച്ചിട്ട് ഇതാക്കണം. കണ്ടോ, അതായത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു സൈഡ് ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പില്ലേ അതിൻ്റെ പകുതി മടക്കി വെച്ചിട്ട് ഉള്ളോട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങ് അടിക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക. എളുപ്പമാണ്, കാരണം ഇതാകുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് കറക്റ്റായിട്ട് വരും. പിന്നെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുത്തിരിക്കുന്നത്, തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്കിതിൽ വരില്ല. ഇങ്ങനെ വന്നിട്ട് നമ്മൾ ആദ്യത്തെ ലൈൻ ഉണ്ടാകും, അതായത് സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗം, അവിടം വരെ നമ്മൾ മേലേക്ക് വരിക കേട്ടോ. എന്നിട്ട് നമ്മൾ ടേൺ ചെയ്യാൻ പാടുള്ളൂ. കാരണം ആദ്യത്തെ ലൈനിൽ മേലിലേക്ക് ആദ്യത്തെ ലൈന് വരെ വരണം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് സ്ക്വയർ പോലെ ടേൺ ചെയ്യാം. അപ്പം അവിടെ ഒരു ഹോള് കാണും, കാരണം 2 സ്റ്റിച്ച് ഉണ്ടല്ലോ, അതായത് ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നിന്ന് മേളിലേക്ക് കയറി വരിക കേട്ടോ. ഇങ്ങനെ മേളിലേക്ക് കയറി വന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ തിരിക്കാം. തിരിച്ച ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇപ്പുറത്തെ തയ്യൽ തുമ്പിനെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് താഴോട്ട് പോവാം. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും അതിനെ നോക്കിക്കേ. കണ്ടോ, ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അതായത് ആ തയ്യൽ തുമ്പിനെ ഒന്ന് പകുതിക്ക് മടക്കുക, അടിക്കുക. എളുപ്പ വഴിയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ലൂസ് സ്റ്റിച്ച് കൊടുത്തില്ലേ, അത് നമുക്ക് തുറക്കണം. ഇത്രയേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നും. അപ്പോൾ സ്ലിറ്റ് നമ്മുടെ റെഡിയാവും. കണ്ടോ, ഇത് നമ്മളിങ്ങനെ മടക്കിയിട്ട് തുമ്പ് വശത്താണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ.
അപ്പം നമ്മൾ നോക്കിക്കേ ഇതുപോലെ നമുക്ക് ഒന്ന് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലൊന്നുമില്ല. ഇതിൻ്റെ ആ നടുക്ക് നമ്മളൊരു ലൂസായിട്ടൊരു സ്റ്റിച്ച് ആദ്യം കൊടുത്തില്ലേ, അത് നമുക്കിത് ഇങ്ങനത്തെ ഈ ഒരു സ്റ്റിച്ച് റിമൂവർ വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ സീം റിപ്പർ എന്ന് പറയും ഇതിനെ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ വെച്ച് പിടിച്ചത് ഇങ്ങനെ ഒറ്റ വലിയ വലിച്ച് തുറന്ന് വരും കേട്ടോ. എന്നിട്ട് ആ സൈഡിലുള്ള നൂലുകളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ നമ്മുടെ സ്ലിറ്റ് പെർഫെക്റ്റ് ആയി. അതിനുശേഷം തുമ്പുവശത്തും കൂടി ഒന്ന് വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. സ്ലിറ്റിൻ്റെ അവിടെ ഒരു വി ഷേപ്പിൽ നമ്മൾ അടിക്കുമല്ലോ തുമ്പിൽ, അതുകൂടി വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിലും നിർബന്ധമൊന്നുമില്ല. റെഡിമെയ്ഡുകളിലൊന്നും ഇപ്പം അങ്ങനെ സ്റ്റിച്ച് ഇല്ല ആക്ച്വലി. നോക്കിക്കേ, അപ്പോൾ നമ്മുടെ സ്ലിറ്റ് റെഡി ആയിട്ട് അടുത്തൊന്ന് കാണിച്ചു തരും കേട്ടോ. അതേ നോക്കിക്കേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എളുപ്പമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് സ്ലിറ്റിൻ്റെ അവിടെ ഫോൾഡ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നല്ല രീതിക്ക് നമുക്ക് കറക്റ്റായിട്ട് വരും. അതാണതേ. നോക്കിക്കോളൂ, കാണിച്ചു തരാം. ഇപ്പം റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്ലിറ്റ്. നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. എന്തായാലും സംഭവം ഈസിയാണ്, നമ്മൾ കാണിച്ച ഈസി മെത്തേഡാണ്. അപ്പോൾ നിവർത്തി കാണിച്ചിട്ടുണ്ട്. നല്ല ചുരുങ്ങാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ.